ഹായ് ഓൾ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ CGFNS പ്രോസസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ അതിൽ ഇലബറേറ്റ് ചെയ്ത് പറയാൻ സാധിച്ചില്ല. അതപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യുന്ന കാര്യം. അതിൽ ഫോട്ടോ വയ്ക്കാത്തത് ബർത്ത് സർട്ടിഫിക്കറ്റോ മാരേജ് സർട്ടിഫിക്കറ്റോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മാരേജ് സർട്ടിഫിക്കറ്റാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ റിലീജിയസ് ആയിട്ട് നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ CGFNS അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ഞാൻ പറഞ്ഞത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഫോംസ് കിട്ടുന്ന സമയത്ത് നമ്മൾ CGFNSന് സെൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ്. അത് റീസെൻ്റായിട്ട് വന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഫോംസ് വരുന്ന കൂട്ടത്തിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേജ് ഉണ്ടാവും. അതിൽ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ആണ് ചെയ്യുന്നത്. അതിലെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇപ്പം നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററിക്കകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 3-4 ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫോംസ് വരുന്ന കൂട്ടത്തിൽ വരും. അപ്പോൾ നിങ്ങൾ ഒരു 2500 അവേഴ്സ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് മാത്രം എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആ രാജ്യത്ത്, അതായത് നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണ് ജോലി ചെയ്തതെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെ ആണോ അവിടുത്തെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരും. നിങ്ങൾ എന്നാണ് ജോലിക്ക് കയറിയത്, എത്ര നാളിന് ശേഷമാണ് രജിസ്ട്രേഷൻ കിട്ടിയത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എൻട്രി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സുപ്പീരിയേഴ്സിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനൊക്കെ ചെയ്തിരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ടേ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റിനെ കൊണ്ടൊക്കെ ഫില്ല് ചെയ്യിപ്പിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് എൻക്വയറി ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഹെഡ് നഴ്സോ സൂപ്പർവൈസറോ ഫില്ല് ചെയ്ത് തന്നാൽ മതിയെന്ന്. അപ്പോൾ ഒരിക്കലും എല്ലാ എംപ്ലോയേഴ്സും നമുക്ക് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് തരത്തില്ല. കാരണം അവർക്ക് ഒരിക്കലും ചെയ്ത് തരേണ്ട കാര്യമില്ല. കാരണം അവരുടെ അടുത്തു നിന്ന് പോകുന്ന ഒരു എംപ്ലോയി അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് CGFNS നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ നമുക്ക് തന്നെ സെൽഫ് ഡിക്ലെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നോട്ടറി അറ്റസ്റ്റേഷൻ, നമ്മളിപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം ഒരു ഓപ്ഷൻ ഉള്ളത് നോട്ടറി ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇപ്പോൾ തരുന്നുണ്ട്. അതേപ്പറ്റി എനിക്ക് കൂടുതലായി ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രം ഇങ്ങനെ എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് തോന്നുന്ന സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നോട്ടറി ക്യാമ്പ് വെച്ചിട്ട് നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ആ വേയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിലത്തെ പറയാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിതെല്ലാം എൻട്രി ചെയ്ത് കൊടുത്ത് കഴിയുന്നുണ്ട്. നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഫോം വരും. അത് കറക്റ്റ് ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുന്ന ഉടനെയാണ് നമുക്ക് ഫോംസ് എല്ലാം വരുന്നത്. അതിൽ നമുക്ക് ലൈസൻസിൻ്റെ ഫോംസ് ഉണ്ടാവും. അതായത് എവിടെയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ അതിൻ്റെ എല്ലാം നമ്മുടെ ഡീറ്റെയിൽ എൻട്രി ചെയ്ത് കൊടുത്ത അനുസരിച്ച് നമുക്ക് ഫോംസ് വരും. അപ്പോൾ ഞാൻ സൗദിയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് സൗദി കമ്മീഷൻ ഉണ്ടായിരുന്നു, കർണാടക കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേങ്കിൽ ജോലിയുടെ ഇടയ്ക്ക് നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനൊരു സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തത് ഞാൻ വേറൊരു സബ് ഏജൻസിയുടെ കയ്യിൽ ഞാൻ കൊടുത്തു. അപ്പോൾ അവരെനിക്ക് അത് ചെയ്തു തന്നു. നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ തരുന്നതാണ്. അപ്പോൾ എനിക്ക് സൗദിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ കർണാടകയിലെയും വേറൊരാളെ ഏൽപ്പിച്ചു. അങ്ങനെ അവരെയാണ് എനിക്ക് ലൈസൻസിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അതേപോലെ തന്നെ കോളേജിൻ്റെ ഞാൻ മണിപ്പാലിലാണ് പഠിച്ചത്.
എല്ലാ കോളേജിനെയും പോലെയല്ല, കുറച്ച് ടഫാണ് മണിപ്പാലിൽ നിന്ന് പേപ്പർ വർക്ക് ചെയ്ത് കിട്ടാനായിട്ട്. പക്ഷെ അത് ഞാനൊരു ഏജൻസിയാണ് കൊടുത്തത്. അതും മറ്റൊരു ഏജൻസിയുടെയിൽ ഞാൻ കൊടുത്തു. പക്ഷെ എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓതറൈസേഷൻ ലെറ്റർ എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഇന്നയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ പേപ്പർ വർക്ക് ചെയ്യാനെന്ന് വെച്ചിട്ടുള്ള ഒരു ഓതറൈസേഷൻ ലെറ്റർ കൂടെ ഞാൻ കൊടുത്തിട്ടാണ് അവരെനിക്ക് പേപ്പർ വർക്ക് ചെയ്തു തന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ പേപ്പർ വർക്കെല്ലാം തന്നെ വേഗത്തിൽ കഴിഞ്ഞു. ഒരു ഒരു 3 ആഴ്ച കൊണ്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എല്ലായിടത്തു നിന്നും എനിക്ക് കളക്ട് ചെയ്ത് CGFNSന് അവർ തന്നെ അയച്ചു. അപ്പോൾ അവിടെ കിട്ടിക്കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിംഗ് നമ്പർ ഓൾറെഡി നമുക്ക് DTDCന്ന് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കിട്ടിയെന്ന് ഉറപ്പായതിന് ശേഷം പിന്നീട് നമുക്ക് അതിൽ പെർസെൻറ്റേജ് കാണാനായിട്ട് പറ്റും. എത്ര വരെ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അസസ് ചെയ്തു എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഫർദർ ആക്ഷൻസ് റിക്വയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് അയച്ചതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഡോക്യുമെൻറ്റ്സ് എല്ലാം എൻ്റെ അസസ് ചെയ്ത് ഞാൻ നോക്കുമ്പോഴെല്ലാം എൻ്റെ ഡോക്യുമെൻറ്റ്സ് 25%ലാണ് കിടന്നത്. പക്ഷെ സഡനായിട്ട് ഒരു ദിവസമാണ് എൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയെന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്ത പ്രകാരം നമുക്കൊരു റിപ്പോർട്ട് കിട്ടും CGFNSന്ന്. അത് നമ്മൾ വെരിഫൈ ചെയ്യണം. കാരണം നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഓതറൈസേഷൻ കിട്ടിയതിന് ശേഷമാണ് അവർ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എൻട്രി ചെയ്തതും നമ്മൾ നമ്മുടെ കോളേജിൽ നിന്നും എല്ലായിടത്തു നിന്നും അവർ എൻട്രി ചെയ്ത് കൊടുത്തതും എല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഓതറൈസേഷൻ കൊടുക്കാം. നിങ്ങൾക്കത് ഹാൻഡ് ഓവർ ചെയ്യാമെന്നുള്ള ഓതറൈസേഷൻ കൊടുക്കാം. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ CGFNS സൈറ്റിൽ തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതുപോലെ മിസ്റ്റേക്ക് ഉണ്ട്, അത് തിരുത്തണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. നേരത്തെയൊക്കെ കുറേ സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ദിവസത്തിനകം കറക്ഷൻ ചെയ്ത് കിട്ടുന്നുണ്ട്. എനിക്കിതുപോലെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എൻ്റെ പേരിൽ. അങ്ങനെ എനിക്കത് 2 ദിവസം കൊണ്ട് ക്ലിയറായി കിട്ടി. അങ്ങനെ ഞാനത് CGFNSന് ഓതറൈസേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് നമ്മുടെ കൗൺസിലിന് ട്രാൻസ്ഫർ ചെയ്തു. അത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പേജിൽ നമുക്ക് കാണാൻ പറ്റും റിപ്പോർട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നും അത് റിക്വയർഡ് ഓതറൈസേഷൻ കിട്ടിയെന്നും പറഞ്ഞിട്ട് അത് കൗൺസിലിന് സെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് CGFNSൻ്റെ ജോലി. ഇതോടുകൂടി CGFNSൻ്റെ ജോലി അവിടെ കഴിയുകയാണ്. ബാക്കിയെല്ലാം പിന്നെ നഴ്സിംഗ് കൗൺസിലുമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കൗൺസിലിന് വേണ്ടിയിട്ട് നമ്മളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ ഈ അയച്ചു കൊടുത്തെല്ലാം കാണാനായിട്ട്. അതിൽ മൈ IQN എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടലാണ്. അതിൽ നമ്മൾ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കയറി കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ CGFNS അയച്ചു കൊടുത്തത് അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് CGFNSൻ്റെ ഫോംസിനെ പറ്റി പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.